നമസ്കാരം. വാഹന മേഖലയെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും വളരെ സസൂക്ഷ്മം നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ജൂൺ മാസത്തിൽ കാര്യമായിട്ടുള്ള സെയിൽ ഉണ്ടാകാറില്ല. കാരണം ഒരു മന്ദീഭവിച്ച ഒരു സാഹചര്യമാണ് ഈ ജൂൺ മാസത്തിൽ. അതിനുശേഷം ഒരു സെപ്റ്റംബറൊക്കെ ആകുമ്പോഴത്തേക്കാണ് കൂടുതൽ സെയിൽസ് വരുന്നത്. നല്ല ഫേസ് ലിഫ്റ്റ് വാഹനങ്ങളും അത് മാത്രമല്ല പുതിയ പുതിയ വാഹനങ്ങളൊക്കെ വരുന്ന ഒരു സമയം, ആ ഒരു സമയത്താണ് ഓഫേഴ്സും വളരെ കൂടുതലായിരിക്കും. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ജൂൺ മാസം ഏറ്റവും കൂടുതൽ വിറ്റ വാഹനം ഏതാണ്. 10 വാഹനങ്ങളെയാണ് നമ്മളിപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്, 1 മുതൽ 10 വരെ. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് കൂടുതലും SUV കൈൻഡ് ഓഫ് വാഹനങ്ങളാണ്. കഴിഞ്ഞ മാസം 4ാം സ്ഥാനത്തേക്കും 5ാം സ്ഥാനത്തേക്കും ഒക്കെ പിന്തള്ളപ്പെട്ട വാഹനങ്ങളുടെ മികച്ച പ്രകടനമാണ്. അതായത് ഇത്തരത്തിൽ ജൂണിൽ കാര്യമായിട്ടുള്ള സെയിൽസ് ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ പോലും ഇത്തരം വാഹനങ്ങൾ, വലിയ വലിയ വിലയുള്ള വാഹനങ്ങളൊക്കെ ഈ ഒരു ചാർട്ടിലേക്ക് വന്നിട്ടുണ്ട്. എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ ഇത്തരത്തിലുള്ള കോണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 10ാമത്തെ സ്ഥാനത്ത് മാരുതി സുസുക്കിയുടെ ക്രോസ് ഓവർ എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരു വാഹനമാണ്. ബലീനോയുടെ പ്ലാറ്റ്ഫോമിൽ വരുന്ന മാരുതി സുസുക്കി ഫ്രോങ്സ് ആണ്. 2025 ജൂൺ മാസം 9815 യൂണിറ്റുകളാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 1 ലിറ്ററിലും അവൈലബിൾ ആണ്, 1.2ലും അവൈലബിൾ ആണ്. അപ്പോൾ ടർബോ പെട്രോൾ എന്ന് പറയുന്ന ഒരു വേർഷൻ ഉണ്ട്. അത് യഥാർത്ഥത്തിൽ കാര്യമായിട്ടുള്ളൊരു സെയിലില്ല എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരം വേരിയൻ്റൊക്കെ കാര്യമായിട്ടുള്ള ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. വെലോസിറ്റി കിറ്റ് അങ്ങനെയുള്ള ഓഫേഴ്സൊക്കെ ആ വാഹനത്തിന് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ മോഡലിന് കൂടുതലായിട്ടുണ്ട്. എന്നാൽ 1.2 എന്ന് പറയുന്നത് കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്, വളരെ മികച്ച എഞ്ചിനാണ്, സൈലൻ്റ് ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പേഴ്സണലി എനിക്ക് തോന്നിയത് കുറച്ച് ക്ലസ്ട്രോഫോബിക് ഫീൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. CNGയിൽ അവൈലബിൾ ആണ്. അത് എടുത്തു വേണ്ടൊരു കാര്യമാണ്. 7,52,000 മുതൽ 13,04,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പെട്രോൾ വേരിയൻറ്റിൻ്റെ. പെട്രോളിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്, CNGയിലും അവൈലബിൾ ആണ്. പെട്രോളിൻ്റെ വില എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സ്-ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 9ാമത്തെ സ്ഥാനത്ത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഉടനടി ഫേസ് ലിഫ്റ്റ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വാഹനമാണ്. ഒരു 8-9 മാസമായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അത് ഡ്യൂ ആകുന്നത് എന്നുള്ള കാര്യത്തിൽ ഇനിയും വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. എന്നിരുന്നാലും ഈ ഒരു വാഹനത്തിന് വലിയ അധികം ജനസ്വീകാര്യതയുണ്ട്. 90 ഡിഗ്രി തുറക്കാൻ കഴിയുന്ന ഡോറുകളൊക്കെ ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ ഒരു വാഹനത്തിൽ കയറിയിരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഒരു വിസിബിലിറ്റി ലഭിക്കുന്നു എന്നുള്ളതാണ്. ഫ്രോങ്സിൻ്റെ കേസിൽ അത്രത്തോളം ഒരു റിവേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് വിസിബിലിറ്റിയിൽ വലിയൊരു പ്രശ്നമുണ്ട്. കാരണം ബാക്കിലെ ഗ്ലാസ് ഒക്കെ വളരെ നാരോ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ ഒരു പ്രശ്നം പഞ്ചിലില്ല. പഞ്ച് കുറച്ചും കൂടെ മികച്ച വാഹനമാണ്, നല്ല കംഫർട്ടബിൾ വാഹനമാണ്, സേഫ്റ്റിയുള്ള വാഹനമാണ്. പെട്രോളിൽ അവൈലബിൾ ആണ്, EVയിൽ അവൈലബിൾ ആണ്, CNGയിലും അവൈലബിൾ ആണ്. 2025 ജൂൺ മാസം 10,446 യൂണിറ്റുകളാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഡീസലിൽ ഈ ഒരു വാഹനം ഉണ്ടായിരുന്നെങ്കിൽ സെയിൽ ഇനിയും ഇമ്പ്രൂവ് ആയേനെ. 2024 മൊത്തം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വിറ്റ വാഹനം പഞ്ചായിരുന്നു. 2025 ജൂൺ മാസം 10,446 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ പെട്രോൾ വേർഷൻ്റെ വില എന്ന് പറയുന്നത് 6 ലക്ഷം മുതൽ 10,32,000 വരെയാണ്. ഇനി അതിൻ്റെ ഇലക്ട്രിക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കും 9,99,000 മുതൽ 14,44,000 വരെയാണ്. എന്തുകൊണ്ടാണ് 9,99,000 ഈ ഒരു വാഹനത്തിൻ്റെ ബേസ് മോഡലിൻ്റെ വില കുറച്ചത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വിൻസർ EVയുടെ ലോഞ്ച് എന്നുള്ളതാണ്. ഇനി 8ാമത്തെ സ്ഥാനത്ത് ടാറ്റയുടെ മറ്റൊരു വാഹനമാണ്. കോമ്പാക്റ്റ് SUV കാറ്റഗറിയിൽ വരുന്ന മികച്ചൊരു വാഹനമാണ്. പെട്രോളിൽ അവൈലബിൾ ആണ്, CNGയിൽ അവൈലബിൾ ആണ്, ഡീസലിൽ അവൈലബിൾ ആണ്, ഇലക്ട്രിക്കിൽ അവൈലബിൾ ആണ്. അങ്ങനെ എല്ലാ അവതാരത്തിലും ഈ ഒരു വാഹനമുണ്ട്. 11,602 യൂണിറ്റുകൾ 2025 ജൂൺ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. ഈ ഒരു വാഹനം മികച്ച വാഹനമാണ്. സേഫ്റ്റി ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പറയേണ്ട കാര്യമില്ല. ടാറ്റയുടെ വാഹനങ്ങളാണ് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള വാഹനങ്ങളാണ്. 2025 ജൂൺ മാസം 11,602 യൂണിറ്റുകളാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ പെട്രോൾ വേർഷൻ്റെ വില എന്ന് പറയുന്നത് 8 ലക്ഷം മുതൽ 15,60,000 വരെയാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേർഷനിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് 14,50,000 മുതൽ 18,30,000 വരെയാണ്. മികച്ച വാഹനമാണ്. ഇപ്പോഴും ജനറേഷൻ 1 പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ ഒരു വാഹനം നിലനിൽക്കുന്നത്. പ്രിസ്മാറ്റിക് സെൽസൊക്കെ ഈ ഒരു വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേർഷനിലുണ്ട്. ഇനി 7ാമത്തെ പൊസിഷനിൽ വന്നിട്ടുള്ളത് സ്കോർപിയോ ആണ്. ഇപ്പോൾ സ്കോർപിയോ എന്ന് പറയുന്ന നെയിം പ്ലേറ്റിൽ 2 വാഹനങ്ങൾ വരുന്നുണ്ട്. സ്കോർപിയോ N, അത് മാത്രമല്ല സ്കോർപിയോ ക്ലാസിക്. 2025 ജൂൺ മാസം 12,740 യൂണിറ്റുകളാണ് അവർക്ക് മൊത്തത്തിൽ സ്കോർപിയോ Nഉം ക്ലാസിക്കും കൂടെ ചേർത്തിട്ട് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ക്ലാസിക്കിൻ്റെ കാര്യം നമുക്കറിയാം, ഡീസലിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുമാത്രമല്ല മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രമാണ് ഈ ഒരു വാഹനം. 13,62,000 മുതൽ 17,50,000 വരെയാണ് സ്കോർപിയോ ക്ലാസിക്കിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. എന്നാൽ സ്കോർപിയോ N കുറച്ചും കൂടെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, ഫീച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. കുറച്ചും കൂടെ പ്രീമിയം വാഹനമാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
13,99,000 മുതൽ 24,89,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ്. ഇതിൽ പെട്രോളിലും അവൈലബിൾ ആണ്, ഡീസലിലും അവൈലബിൾ ആണ്, മാനുവൽ ട്രാൻസ്മിഷൻ ഒബ്വിയസ്ലി ഉണ്ട്, നമുക്കറിയാം. അതുമാത്രമല്ല ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സ്കോർപിയോ എന്നിൽ അവൈലബിൾ ആണ്. ഇനി 6ാമത്തെ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളൊരു വാഹനം സാധാരണക്കാരൻ്റെ എപ്പോഴും അവർ ചോയ്സിൽ വരുന്ന ഒരു വാഹനം തന്നെയാണ്, വാഗണാറാണ്. എപ്പോഴും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് 3യിൽ വരുന്ന ഒരു വാഹനമാണ്. 1 ലിറ്ററിലും അവൈലബിൾ ആണ്, 1.2ലും അവൈലബിൾ ആണ്. ഇതിൻ്റെ CNGക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 34 കിലോമീറ്ററിനടുത്ത് മൈലേജ് ക്ലെയിം ചെയ്യുന്നുണ്ട് പെർ കിലോഗ്രാമിന്. ഇനി അത് മാത്രമല്ല 1.2 ഉണ്ട്, അത് മികച്ച വാഹനം തന്നെയാണ്. 4 സിലിണ്ടറാണ്, 1 ലിറ്റർ 3 സിലിണ്ടറാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 ജൂൺ മാസം 12,930 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് 5,64,000 മുതൽ 7,47,000 വരെയാണ്. ഈ ഒരു വാഹനത്തിൽ AMT ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ്. മികച്ച ഒരു വാഹനമാണ്, സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഹനമാണ്. എന്നാൽ അങ്ങിങ്ങായി നമുക്ക് കോസ്റ്റ് കട്ടിങ് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇതിന് ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള ZXi പ്ലസ് വേരിയൻറ്റിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്കതൊരു വാല്യൂ ഫോർ മണി പ്രൊപ്പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല എന്ന് പറയാം. എന്നാൽ VXi എന്തുകൊണ്ടും വാല്യൂ ഫോർ മണി തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് AMT ട്രാൻസ്മിഷൻ വിത്ത് 1.2 ലിറ്റർ എഞ്ചിൻ വളരെ മികച്ചതാണ്. ഇനി 5ാമത്തെ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് അടുത്തൊരു മാരുതിയുടെ വാഹനമാണ്, മാരുതി സുസുക്കി സ്വിഫ്റ്റ് Z12E എന്ന് പറയുന്ന 400cc വെച്ചിട്ട് 3 സിലിണ്ടറിന് കൊടുക്കുന്ന ആ ഒരു വാഹനം. 3 സിലിണ്ടർ എഞ്ചിനാണ്, നമുക്കറിയാം. അത്യാവശ്യം വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. 24 കിലോമീറ്റർ മൈലേജ് ഒക്കെ പറഞ്ഞാൽ പോലും പ്രാക്ടിക്കലി 19 നമുക്ക് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് വളരെ ജെന്യുവിനായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാറുണ്ട്. 2025 ജൂൺ മാസം 13,275 യൂണിറ്റുകളാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 6,49,000 മുതൽ 9,64,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പെട്രോൾ വേർഷൻ്റെ ഷോറൂം പ്രൈസ്. ഇതിനകത്ത് CNGയും ഉണ്ട്. മികച്ച മൈലേജാണ്, 33 കിലോമീറ്ററാണ് പെർ കിലോഗ്രാമിന് അവർ ക്ലെയിം ചെയ്യുന്നത്. ഇനി 4ാമത്തെ സ്ഥാനത്തേക്ക് വരുന്ന വാഹനം MPV ആണ്, എർട്ടിഗയാണ്. മികച്ച വാഹനമാണ്, CNGയിൽ അവൈലബിൾ ആണ്. ടാക്സി പർപ്പസിന് വേണ്ടിയിട്ട് വാഗണാർ, അത് മാത്രമല്ല എർട്ടിഗയ്ക്ക് ഒരുപാട് സെയിൽ പോകുന്നുണ്ട്. ടൂർ എന്ന ബാഡ്ജിങ്ങിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വാഹനങ്ങളുടെ സെയിൽ നമ്പർ കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇത്തരം ടാക്സി പർപ്പസിലേക്ക് ഈ വാഹനങ്ങൾ സെലക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. എർട്ടിഗയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 ജൂൺ മാസം 14,151 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മികച്ച വാഹനമാണ്. ഒരു അപ്ഡേഷൻ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് ഡ്യൂ ആണ്. ഇനി 3ാമത്തെ സ്ഥാനത്തുള്ളൊരു വാഹനം കോമ്പാക്റ്റ് SUV സെഗ്മെൻറ്റിൽ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനുള്ള അപൂർവം ചില വാഹനങ്ങളിൽ ഒന്നാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു വാഹനത്തിൽ മാത്രമായിരിക്കും. 4 സിലിണ്ടർ എഞ്ചിനാണ്, തീർച്ചയായിട്ടും മികച്ച എഞ്ചിനാണ്, നല്ല മൈലേജ് നൽകുന്ന എഞ്ചിനാണ്. പക്ഷേ സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചർ ഈ ഒരു വാഹനത്തിൻ്റെ മാനുവൽ ട്രാൻസ്മിഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മൈലേജ് എൻഹാൻസ് ചെയ്തേനെ. പക്ഷേ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, പ്യുവർ ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. അതിനകത്ത് ഈ പറയുന്ന മൈൽഡ് ഹൈബ്രിഡ് ഫീച്ചർ ഉണ്ട്. തീർച്ചയായിട്ടും 2025 ജൂൺ മാസം 14,507 യൂണിറ്റുകൾ മാരുതി സുസുക്കി ബ്രസയ്ക്ക് വിൽക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു മോഡലിന് വിൽക്കാൻ കഴിഞ്ഞു. 8,69,000 മുതൽ 14,14,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ്റെ ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. ഇനി 2ാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഡിസയർ എന്ന് പറയുന്ന വാഹനമാണ്. ആകെ ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇന്ത്യൻ മാർക്കറ്റിൽ ജനസ്വീകാര്യതയുള്ള 2 കോമ്പാക്റ്റ് സെഡാനാണുള്ളത്. ഒന്ന് ഹോണ്ടയുടെ അമേസും മറ്റൊന്ന് മാരുതി സുസുക്കിയുടെ ഡിസയറും. അപ്പോൾ ഡിസയറാണ് 2ാമത്തെ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ നമ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെയിൽ നമ്പർ 2025 ജൂൺ മാസം 15,000 മുകളിലേക്ക് കടന്നു എന്നുള്ളതാണ്. 15,484 യൂണിറ്റുകൾ. അതിൽ തന്നെ ഒരുപാട് ടാക്സി വാഹനങ്ങൾ പോകുന്നുണ്ട്. എക്സ്പെഷ്യലി എടുത്തുകൊണ്ടൊരു ഒരു കാര്യം, ഇതിൻ്റെ CNG എങ്ങനെ ഓടിച്ചാലും 28 കിലോമീറ്ററാണ് ഇതിൻ്റെ CNGക്ക് ലഭിക്കുന്നത് എന്നാണ് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക്. സ്പെസിഫിക്കലി എൻ്റെ CNGയുടെ മൈലേജ് എത്രയാണെന്ന് കസ്റ്റമേഴ്സിനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. നല്ല ഹൈവേയിലൊക്കെ നമ്മൾ RPM നോക്കി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ 32 കിലോമീറ്ററിനൊക്കെ അടുത്ത് തീർച്ചയായിട്ടും പെർ കിലോഗ്രാം ഈ ഒരു വാഹനത്തിന് ലഭിക്കും. പക്ഷേ ബൂട്ട് സ്പേസ് കാര്യമായിട്ട് അപഹരിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഇപ്പോൾ ഡിസയറിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്രോളിൽ അവൈലബിൾ ആണ്, CNGയിൽ അവൈലബിൾ ആണ്. Z12E എന്ന് പറയുന്ന നമ്മൾ സ്വിഫ്റ്റിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു പുതിയ എഞ്ചിനാണ്. 6,84,000 മുതൽ 10,19,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ്. ഇനി 1ാമത്തെ സ്ഥാനത്ത് എന്തൊക്കെ സംഭവിച്ചാലും ഇത്രയും വിലയുള്ള ഈ ഒരു വാഹനം 1ാം സ്ഥാനത്ത് എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ട ഫീച്ചറുണ്ട്, നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് ഉണ്ട്, ഡിഫറൻറ്റ് എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട്, ഡിഫറൻറ്റ് ട്രാൻസ്മിഷൻ ഓപ്ഷൻ ഉണ്ട്. അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിൽ
നമ്മൾ അടിക്കടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ഹ്യുണ്ടായുടെ വാഹനങ്ങൾക്ക് പെട്ടെന്ന് അപ്ഡേഷൻസ് ലഭിക്കുക എന്നുള്ളത്. ഒരു 2-3 വർഷം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റിന് ഒരു അപ്ഡേഷൻ വരും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി വരാൻ പോകുന്ന ക്രെറ്റയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 1ാമത്തെ സ്ഥാനത്ത് ഹ്യുണ്ടായുടെ ക്രെറ്റയാണ്. അപ്പോൾ ഇതൊരു മിഡ് സൈസ് SUV വാഹനമാണ്. 2027 ആകുമ്പോഴത്തേക്കും ഇതിന് വലിയൊരു അപ്ഡേഷൻ വരുന്നുണ്ട്. പെട്രോൾ സ്ട്രോങ് ഹൈബ്രിഡ് ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവരികയാണ്. 2025 ജൂൺ മാസം 15,786 യൂണിറ്റുകളാണ് ഹ്യുണ്ടായുടെ ക്രെറ്റ വിറ്റത്. പെട്രോളിൽ അവൈലബിൾ ആണ്. മികച്ച എഞ്ചിനാണ് 1.5 MPa എഞ്ചിൻ. നല്ല രീതിക്ക് RPM നോക്കി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 16 കിലോമീറ്ററൊക്കെ തീർച്ചയായിട്ടും 16 to 17 കിലോമീറ്ററൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. അതിന് മുകളിൽ ലഭിച്ചാൽ പോലും അത്ഭുതമില്ല. കാരണം RPM നമ്മൾ കൃത്യമായിട്ട് നോക്കി നമ്മൾ ഓടിക്കേണ്ടതാണ്. ഈ ഡീസൽ എഞ്ചിൻ വളരെ മികച്ച ഒരു എഞ്ചിനാണ്. കാരണം ഡീസൽ എഞ്ചിൻ ഇപ്പോഴും ഹ്യുണ്ടായി നിലനിർത്തുന്നു എന്ന് പറയുന്നത് വളരെ അധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. 22 കിലോമീറ്ററൊക്കെ തീർച്ചയായിട്ടും ക്രെറ്റയുടെ ഡീസൽ എഞ്ചിൻ നൽകുന്നുണ്ട്. ഇലക്ട്രിക് അവതാരത്തിൽ ഈ ഒരു വാഹനം വന്നിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പെട്രോൾ വേർഷന് 11,11,000 മുതൽ 20,50,000 വരെയാണ് അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി അതിൻ്റെ ഇലക്ട്രിക്കിലേക്ക് പോകുമ്പോഴത്തേക്കും 17,99,000 മുതൽ 24,38,000 വരെയാണ് ഇതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. നമ്മൾ എടുത്തുകൊണ്ടൊരു കാര്യം, നോർമലി ഇന്ത്യൻ സാഹചര്യത്തിലൊക്കെ LFP ബാറ്ററിയാണ് കൂടുതലും ആളുകൾ ഉപയോഗിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ വാഹന നിർമ്മാതാക്കൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഹ്യുണ്ടായുടെ ക്രെറ്റയിൽ ഉപയോഗിച്ചിട്ടുള്ളത് NMC ബാറ്ററിയാണ്, നിക്കൽ മാംഗനീസ് കൊബാൾട്ട്. ആ ഒരു ടൈപ്പ് ബാറ്ററിയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇനീഷ്യലായിട്ട് വളരെ പെട്ടെന്ന് പവർ എടുക്കാനും ടോർക്ക് എടുക്കാനൊക്കെ ഇത്തരം ബാറ്ററി പാക്കിന് അതിനൊരു കേപ്പബിലിറ്റി ഉണ്ട്. എന്നാൽ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ, അതായത് സബ് കോണ്ടിനെൻ്റ് രാജ്യങ്ങളിലൊക്കെ കൂടുതൽ ടെമ്പറേച്ചറിൻ്റെ ഒരു ഇഷ്യൂ പറയുന്നുണ്ട്. എന്നാൽ പോലും NMC ബാറ്ററിക്ക് അത്ര കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ക്രെറ്റയിൽ കാണുന്നില്ല. അത് LFP ബാറ്ററിയെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ളൊരു ഹീറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ ഹീറ്റിന് എത്രത്തോളം ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ള കാര്യം വെച്ചിട്ടാണ് അതിനെ അനലൈസ് ചെയ്യുന്നത്. ക്രെറ്റ എന്ന് പറയുന്ന വാഹനത്തിൽ കാര്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഹ്യുണ്ടായുടെയും കിയയുടെയൊക്കെ ഇലക്ട്രിക് കാറുകൾ വരുമ്പോഴത്തേക്കും അത് കൂടുതൽ ജനത്തിന് സ്വീകാര്യമായിട്ട് മാറും. കാരണം കംപ്ലയിൻസ് താരതമ്യേന വളരെ കുറവാണ്. നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു കോണ്ടന്റ് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.